സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. സ്തോത്രം ഹാലലുയ. തുടർന്ന് സ്തോത്രം ഹാലലുയ നമ്മളൊരു പാട്ട് കർത്താവിന്റെ ദാസി സാറ ഫ്രം മേരിലാൻഡ് വിൽ സിംഗ് എ സോങ്. ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. നമുക്ക് പ്രാർത്ഥനയോട് ആയിരിക്കാം. സ്തോത്രം ഹാലലുയ. സിസ്റ്റർ സാറ ഫ്രം മേരിലാൻഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കാമോ? കേൾക്കാമല്ലോ. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, തരണം നിൻ സാന്നിധ്യമീ ജനം, തിരുമുഖം ദർശിച്ചാനന്ദിപ്പാൻ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, കരുണകൾക്കുടയവനേ, നിന്നാമത്തെ നിരന്തരം ഭജിച്ചിടുവാൻ. അകമതിലഘമഖിലം അകറ്റി നീ തികയ്ക്കുക വിശുദ്ധിയുള്ളിൽ. അകമതിലഘമഖിലം അകറ്റി നീ തികയ്ക്കുക വിശുദ്ധിയുള്ളിൽ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, തരണം നിൻ സാന്നിധ്യം ഈ ജനം, തിരുമുഖം ദർശിച്ചാനന്ദിപ്പാൻ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, തവ സവിധത്തിൽ കഴിയും ഓരോ ദിനം ശതം ദിനങ്ങളിൽ അധികം, ഹൃദയത്തിലനുനിമിഷം സന്തോഷവും അതുല്യ ഭാഗ്യമാ നിറവും. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, തരണം നിൻ സാന്നിധ്യം ഈ ജനം, തിരുമുഖം ദർശിച്ചാനന്ദിപ്പാൻ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, വചനത്തിനരികിൽ ഞങ്ങൾ ഹൃദന്തത്തെ വണങ്ങി നിൻ സ്വരം ഗ്രഹിപ്പാൻ. വചനത്തിനരികിൽ ഞങ്ങൾ ഹൃദന്തത്തെ വണങ്ങി നിൻ സ്വരം ഗ്രഹിപ്പാൻ. പരിശുദ്ധാത്മാവിൻ നിറവിൽ നിന്ദാസരെ വചനത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ നിറവിൽ നിന്ദാസരെ വചനത്താൽ നിറയ്ക്കണമേ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, തരണം നിൻ സാന്നിധ്യമീ ജനം, തിരുമുഖം ദർശിച്ചാനന്ദിപ്പാൻ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ, അവനീലഭയമതായി ഒരിടം പരനുടെ തിരുസവിധം, അനവദ്യമനശ്വരമാം വാസസ്ഥലം അവനൊരുക്കുന്നു നമുക്കായി. അനവദ്യമനശ്വരമാം വാസസ്ഥലം അവനൊരുക്കുന്നു നമുക്കായി. വരിക പരാപരനേ, ഈ
ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ തരണം നിൻ സാന്നിധ്യം ഈ ജനം തിരുമുഖം ദർശിച്ചാനന്ദിപ്പാൻ വരിക പരാപരനേ ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ വരിക പരാപരനേ ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. Praise Lord. Thank you, sister, for the beautiful song. Hallelujah. കർത്താവിന്റെ ദാസിയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും അനുഗ്രഹിപ്പാൻ, ഹാലലൂയ, ദൈവത്തിന് വേണ്ടി അധികം പാടുവാൻ കർത്താവിന്റെ ദാസിയെ വീണ്ടും ശക്തീകരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന്റെ അടുക്കലിരിക്കുകയാണല്ലോ. ഇന്ന് കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ സംസാരിക്കുമ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞ് നമ്മളോട് സംസാരിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വചനത്തിലെ ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് പറഞ്ഞിരുവാൻ തക്കണം. കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രയറിലുള്ള ആരെങ്കിലും ഒരാള്, ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് ഇന്നത്തെ വചനം കേൾവി നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തിരുവാൻ തക്കണം. കർത്താവിന്റെ സന്നി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, പരിശുദ്ധ ദൈവമേ, സുഖപിതാവേ, കർത്താവെ, നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. സന്ധ്യാസമയത്ത് അവിടുത്തെ പാദപീഠത്തിലേക്ക് കർത്താവെ വചനം ശ്രവിപ്പാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ അടുത്തൊരുവാണ് കർത്താവിന്റെ പാദപീഠത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, വചന സൂക്ഷിയും ദാസിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആത്മാവിൽ ഹല്ലേലൂയ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ തന്നെ കർത്താവ് അവിടുത്തെ വചനം കർത്താവെ കർത്താവെ ആവശ്യമായ സ്വർഗീയ ദൂത് വിളമ്പി തരുവാൻ ദാസനെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദാസൻ കർത്താവെ വചനം ഹല്ലേലൂയ ദൈവമേ ഞങ്ങളോട് അറിയിക്കുമ്പോൾ കർത്താവെ സ്വർഗത്തിലെ കർത്താവെ വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ഹല്ലേലൂയ കർത്താവെ ആവശ്യമായ സ്വർഗീയ ദൂത് കർത്താവെ വിളമ്പി തരുവാൻ കർത്താവിന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ സ്വർഗത്തിന്റെ ചിലങ്കിൽ കർത്താവെ അവിടുന്ന് വഹിച്ചോളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. ക്രൂശിന്റെ മറവിൽ മറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്വർഗമേ ഓരോ ഹൃദയങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ നിന്റെ ഭാരമെല്ലാം യഹോവയുടെ മേൽ വെച്ചുകൊടുക്കാമെന്ന് എന്നെ പുലർത്താവുന്ന കർത്താവെ. അവിടുത്തെ വചനത്തിലുണ്ടല്ലോ കർത്താവെ. രാത്രികാലം ഓരോ ഹൃദയങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവിടുന്ന് പ്രവർത്തിക്കണമേ, സംസാരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവെ മാനിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഈ രാത്രികാലം കർത്താവിന്റെ ഹല്ലേലൂയ കൃപ കർത്താവെ ഞങ്ങളിലേക്ക് ചൊരിമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാവമറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ അവിടുത്തെ വചനത്തിലുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങൾ കർത്താവെ രാത്രികാലം ക്ഷമിച്ച് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവെ. അവിടുത്തെ വചനം കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് കർത്താവെ രാത്രികാലം സംസാരിക്കുവാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ ദാസനെ കർത്താവെ രക്തക്കോട്ടയ്ക്കുള്ളിൽ പൊതിയുന്ന കർത്താവെ. ഹല്ലേലൂയ ആദ്യോട് അവസാനം കർത്താവെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കർത്താവെ പ്രേരണയുണ്ടായിരിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ രോഗികളെ ആരെങ്കിലും കർത്താവെ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവെ വചനം അയച്ച് ഹല്ലേലൂയ രാത്രികാലം കർത്താവെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അവിടെ നീട്ടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ദൈവമേ പാടിയ സഹോദരി അനുഗ്രഹിക്കണമേ, കുടുംബം അനുഗ്രഹിക്കണമേ കർത്താവെ. നേർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാൻ കർത്താവിൻ ദാസിന് കൂടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രേരണയിലായിരിക്കുന്ന കർത്താവെ ഓരോ ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളായി വ്യക്തികളായി കർത്താവെ അവരവരുടെയും കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമ്പോഴാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഓരോരെയും കർത്താവ് നീതിയോടും വിശുദ്ധിയോടും കർത്താവ് ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ ദൈവമേ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവെ ഹല്ലേലൂയ സ്തോത്രമായിരിക്കാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമയം അന്ത്യാകാലമാകിയാൽ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൽ ആത്മാവിൽ ആരാധിച്ച് കർത്താവെ മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ ദാസിനെ പൊന്നിയങ്ങൾ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സ്വർഗീയ ജ്ഞാനം രാത്രികാലം കർത്താവിൻ ദാസിന് മേലോടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വേദന ഭാരങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ച് പൂർണ്ണ സൗഖ്യത്തോടും ആരോഗ്യത്തോടും കർത്താവെ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ രാത്രികാലം നിന്റെ മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം എടുക്കണമേ, മാനവും മഹത്വം എടുക്കണമെന്ന് സലോമേശ് ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നുണ്ടായി കേൾക്കുമാറാണമേ. Now I kindly invite Reverend Dr. John Varghese to teach the word of God. Thank you. Praise the Lord. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ നല്ല കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് ഇന്ന് രാത്രി സമൃദ്ധിക്കും വിടുതലിനും
തിരുനാമത്തിനെ മഹത്വത്തിനും കാരണമാക്കി തീർക്കുവാൻ അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെക്കരിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ ഉള്ള വേദഭാഗങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ കണ്ടതായ 2ാമത്തെ ദർശനമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 2ാം അധ്യായവും നാം ഇപ്പോൾ വായിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നടത്തുന്നത് പോലെ അല്പം ചില കാര്യങ്ങൾ കൂടെ ഈ 2ാമത്തെ ദർശനത്തിൽ നിന്നും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പ്രവാചകൻ കണ്ട 3ാമത്തെ ദർശനമാകുന്ന 2ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരും. കർത്താവ് അതിനായി ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. സെക്കരിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 2ാം അധ്യായത്തിന്റെ 13 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. സെക്കരിയ ചാപ്റ്റർ 1 വേഴ്സ് 18 to chapter 2 verse 13. ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിനെ അവൻ എന്നോട് ഇവ യഹൂദിയെയും ഇസ്രയേലിനെയും യെരൂശലേമിനെയും ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചതിനെ അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദാദേശത്തെ ചിതറിച്ച് കളയേണ്ടതിനെ കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 2ാം അധ്യായം. ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിനെ അവൻ ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോടെ സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്നും യഹോവയുടെ അരുളപ്പാട്. ഹേ ഹേ വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ 4 കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ ചാടിപ്പോകാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കാം. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന യഹോവയുടെ അരുളപ്പാട്. അന്നാൾ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്തെ യഹൂദയെ തന്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഷാൽ ബി പ്രേ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും അവിടുത്തെ തിരുമുഖത്തെ കേഴകൾ നോക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല പിതാവേ, ഞങ്ങൾ വായിച്ച അവിടുത്തെ ദിവ്യ അരുളപ്പാടുകളിൽ കൂടെ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അത് തിരുനാമത്തിനെ മഹത്വമായി തീരുവാൻ വിവിധ ആവശ്യങ്ങളിൽ അവിടുത്തെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന അവിടുത്തെ ജനത്തിന് വിടുതലും സമൃദ്ധിയും അനുഗ്രഹവുമായി തീരുവാൻ കർത്താവിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ ജനത്തെ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കുമാറാകണമേ. കൃപ ഏഴയുടെ അധരത്തിന്മേൽ, ബുദ്ധിമണ്ഡലത്തിന്മേൽ, ആത്മാവിന്മേൽ ചൊരിഞ്ഞ് അവിടുന്ന് നൽകിയിരിക്കുന്ന ആലോചനകൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ ആത്മാവിനാൽ സഹായിക്കുമാറാകണമേ. സാത്താന്റെ കോട്ടകളെ തകർത്തിരിക്കുന്നതിനാലെ സ്തോത്രം. മഹത്വം അങ്ങേക്കുള്ളതാകയാലെ സ്തോത്രം.
യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. Once again, I give my greetings to every one of you. ഇന്ന് രാത്രിയിലെ സെക്കരിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങളിലെ ചില കാര്യങ്ങൾ ആണ് കഴിഞ്ഞ ദിവസം ഇന്നലെ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതിൽ പ്രവാചകന്റെ 2ാമത്തെ ദർശനമാകുന്നുവെന്നും അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ദൂതൻ വീണ്ടും തലപൊക്കി ദൈവത്തിന്റെ അരുളപ്പാടെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവനെ ബലപ്പെടുത്തിയെന്നും ആദ്യത്തെ ദർശനത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമായിട്ടായിരിക്കണം രാത്രിയിൽ വീണ്ടും തനിക്ക് 2ാമത്തെ ദർശനം ലഭിച്ചതെന്നും ദൈവഭക്തനായ ഒരു വ്യക്തിയുടെ തല താഴ്ന്നിരിപ്പാനല്ല, തല ഉയർന്നിരിപ്പാൻ തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നും ഒക്കെ ഇന്നലെ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ 4 കൊമ്പുകൾ എന്നാകുന്നു എന്നുള്ളതിന്റെ വിവിധ അഭിപ്രായങ്ങൾ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി 4 കൊല്ലന്മാരെയും, അഥവാ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് 4 കാർപ്പന്റേഴ്സ് എന്നാണ്, 4 ആശാരിമാർ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരോടുള്ള ബന്ധത്തിൽ ഒക്കെയുമാണ് നാം ചിന്തിക്കേണ്ടത്. പ്രധാനമായി നാം ചിന്തിച്ചത് യഹൂദനെ 4 ദിക്കിൽ നിന്നും, 4 കൊമ്പുകൾ എന്ന് പറയുന്നത് 4 ദിക്കിൽ നിന്നും വന്നിട്ടുള്ളതായ ആളുകളെ അവരെ ചിതറിച്ച് കളഞ്ഞ ശത്രുക്കളുടേതായ കഴിഞ്ഞ കാലങ്ങളിലെയും വരുവാനുള്ളതിലേക്കുമുള്ള പ്രവർത്തനമായും പ്രവചനവുമായിട്ടുള്ള ദൂതാണ് എന്ന് നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ തന്നെ 4 സാമ്രാജ്യങ്ങളായ ബാബിലോൺ, മേദ്യ പാർസ്യ, ഗ്രീക്ക്, റോം ഇവ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് ഭൂരിപക്ഷ വേദ അഭിപ്രായങ്ങളും വിശേഷ ജെറോമിനെ പറ്റിയൊക്കെ പറഞ്ഞ് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചിതറിച്ചു കളഞ്ഞ എന്നുള്ള ടെർമിനോളജി പ്രത്യേകമായി നാം എടുത്തു. അതുകൊണ്ട് യഹൂദയോട് യുദ്ധം ചെയ്ത എല്ലാവരുമല്ല, അത് അതിനകത്ത് ഉൾപ്പെടുത്താമെങ്കിലും വാസ്തവത്തിൽ പ്രവചനമായി അതല്ല, ചിതറിച്ച് കളഞ്ഞ ജാതികൾ എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. ഇത് ജാതികളോട്, ഹല്ലേലൂയ, യഹൂദന്മാർക്കെതിരായി നിന്ന ജാതികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ജാതികളാകുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, പ്രത്യേകം 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അശൂരിനെ പറ്റിയും ഇതിലുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന വേദവിദ്യാർത്ഥികൾ ഇല്ലാതെയില്ല. 19-ാം വാക്യത്തിൽ ഇസ്രയേൽ, യെരുശലേം, ഹല്ലേലൂയ, സ്തോത്രം, യഹൂദ എന്നീ 3 ടെർമിനോളജി കാണുന്നത് കൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. വടക്കേ ദേശമാകുന്ന ഇസ്രായേലിനെ BC 721 അശൂര്യർ കീഴ്പ്പെടുത്തി ചിതറിച്ചു കളഞ്ഞുവല്ലോ. ആകയാൽ ഇസ്രയേൽ എന്ന വാക്ക് 19-ാം വാക്യത്തിൽ വന്നിരിക്കുന്നതിനാൽ അശൂരും ഈ 4 കൊമ്പുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന വേദവിദ്യാർത്ഥികളുണ്ട്. അതിനെ എതിര് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമല്ല. കാരണം അശൂര്യർ ഇസ്രായേലിനെ ചിതറിച്ച് കളഞ്ഞവരാകയാൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇവ ആത്മീകമായി നാം എടുത്തിട്ട് ഇതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നമുക്ക് പഠിക്കുവാനുള്ളത് എന്നുള്ളതും ഇന്ന് രാത്രി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ, ഹല്ലേലൂയ, മക്കൾക്ക് എതിരായി കടന്നു വന്ന ജാതീയ കൊമ്പുകളാകുന്ന ഈ രാഷ്ട്രങ്ങളെ ഏത് ദിക്കിൽ നിന്ന് വന്നവരാണെങ്കിൽ തന്നെയും അവരെ തകർത്തു കളയുവാൻ തക്കവണ്ണം, അവരെ വിരട്ടി ഓടിക്കുവാൻ തക്കവണ്ണം 4 കാർപ്പന്റേഴ്സിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നിന്നെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു പദ്ധതി ഇടുമ്പോൾ തന്നെ ശത്രുവിന്റെ ആ പദ്ധതിയെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ പദ്ധതി, ഹല്ലേലൂയ, സ്തോത്രം, ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ വേദവാക്യം 21 മുതലുള്ള വേദവാക്യം, 20 മുതലുള്ള വേദവാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മേദ്യ പാർസികൾ, ബാബിലോൺ, അശൂര്യരെ, അതുപോലെ തന്നെ റോമെ, ഗ്രീക്ക്, ഇവരെ തകർത്ത് കളഞ്ഞ അവരുടെ ശത്രുക്കളെയാണ്
4 കാർപ്പന്റേഴ്സ് അഥവാ 4 കൊല്ലന്മാരായി ഭൂരിപക്ഷ വേദ വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നത്. നാലാമത്തെ കൊല്ലനായി അഥവാ കാർപ്പന്ററായി പല പുസ്തകങ്ങളിൽ, നല്ല പുസ്തകങ്ങളിൽ, വെരി സ്കോളർലി ബുക്കുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനമായി ഇനിയും ഉയർന്നു വരുവാൻ പോകുന്ന റോമ സാമ്രാജ്യത്തെ തകർക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനായി ഇതിനെ ഇല്ലാതാക്കുന്നതായ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചിരിക്കുന്ന നല്ല ബഹുമാന്യരായ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനോട് അത്രയധികം യോജിക്കുന്നില്ല. അതിന്റെ കാരണം 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ചിതറിച്ച് കളയേണ്ടതിനെ കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവയെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം എന്നാണ് നമുക്ക് ഹല്ലേലൂയ കം ടു ഫ്രേ ദം, ഹല്ലേലൂയ അവരെ പേടിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഹല്ലേലൂയ മറ്റ് ജാതികളെയാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്നത് പേടിപ്പിപ്പാനായിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കൈതൊടാതെ സ്വർഗത്തിൽ നിന്നും കടന്നു വരുന്നതായ കല്ലാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ അവസാനത്തെ ഹല്ലേലൂയ എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ തകർത്തു കളയുകയും ഹല്ലേലൂയ സ്തോത്രം കാറ്റത്തെ പതിർ പോലെ അതിനെ പൊടിയാക്കി എങ്ങും നിൽക്കാതെ പതറിച്ചു കളയും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ മഹത്വത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇനിയും കടന്നു വരുന്നതായ സന്ദർഭത്തിൽ ഈസ് നോട്ട് ജസ്റ്റ് കമ്മിങ് ടു ഫിയർ ദം, ഹല്ലേലൂയ അവരെ പേടിപ്പിക്കുവാനായിട്ടല്ല വരുന്നത്. ഹല്ലേലൂയ ജാതികളുടെ രാജ്യത്വം മാറ്റിയിട്ട് സ്വർഗീയ രാജ്യത്വം സ്ഥാപിച്ച് കർത്താവ് അവരുടെ മധ്യത്തിൽ വാഴുവാനായിട്ടാണ് വരുവാൻ പോകുന്നത് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആകയാൽ ഈ 21-ാം വാക്യത്തിലുള്ളതായ ആ ടെർമിനോളജി മുഖാന്തരം ഈ 4 കൊല്ലന്മാരിൽ അല്ലെങ്കിൽ കാർപ്പന്റേഴ്സിൽ കർത്താവിനെ കാണുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കൾക്കെതിരായി നിൽക്കുന്നതായ ഹല്ലേലൂയ ശത്രുക്കളെ തകർക്കുവാൻ തക്കവണ്ണം ജാതികളിൽ തന്നെ ദൈവം ഉയർത്തിയിട്ടുള്ളതായ വ്യക്തികളെയാണ് ഇതിനകത്ത് കാണുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എൻ്റെ അഭിപ്രായമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർപ്പിച്ചുവല്ലോ, അനേക വേദജ്ഞാനികൾ ഹല്ലേലൂയ അതിനകത്ത് കർത്താവിനെയും പറയുന്നുണ്ട്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അനേക വേദജ്ഞാനികൾ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ അവർക്കെതിരെ നിൽക്കുകയല്ല. ഈ ടെർമിനോളജി മുഖാന്തരം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവവചനം നാം ആഴമായി പഠിക്കുന്നതായ സന്ദർഭത്തിൽ യു ഗെറ്റ് യുവർ ഓൺ തോട്ട്, ഹല്ലേലൂയ. അങ്ങനെ തോട്ടുകൾ വരുമ്പോൾ അത് നാം മറ്റു വചനങ്ങളുമായിട്ട് ശരിയാണോ എന്ന് വിചിന്തനം ചെയ്യുകയും തുലനം ചെയ്ത് പഠിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയായി തോന്നുന്നുവെങ്കിൽ ആ അഭിപ്രായം എടുക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവമക്കൾക്ക് എതിരായി ഡംഭം കാട്ടിക്കൊണ്ട് ഉയർന്നു വരുന്ന കൊമ്പുകളെ തകർക്കുവാൻ എല്ലാ കാലത്തും ദൈവം വേറൊരാളെ നിയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും, ഇന്ന് രാത്രി നിനക്കെതിരായി ശത്രു ഉയർത്തുന്ന സകല കൊമ്പുകളും ഡംഭങ്ങളും തകർക്കുവാൻ തക്കവണ്ണം ശത്രു ഹല്ലേലൂയ നിന്റെ മേൽ തല ഉയർത്താതെ വണ്ണം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നുവെന്ന് ഈ വേദവാക്യങ്ങളിൽ കൂടെ ആത്മീകമായി നാം എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തു നിന്നും ഇത്രയും കാര്യങ്ങൾ പ്രാവചനികമായും പ്രവർത്തനാർത്ഥത്തിലും നാം ചിന്തിക്കുന്നു. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായ വിടുതല ഇത് പ്രവർത്തനാർത്ഥമായിട്ടും ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ കാലം വരെ വരുവാൻ പോകുന്നതായ കാര്യങ്ങളെ യഹൂദനോടുള്ള ബന്ധത്തിൽ പ്രവചനാർത്ഥമായിട്ടും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇതിനകത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന ആത്മീക അർത്ഥങ്ങൾ എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ശ്രദ്ധയെ ഹല്ലേലൂയ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ
18 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ എഫെസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഒരു ദൈവ പൈതലിനെതിരായി ഉയർന്നു വരുന്ന 4 കൊമ്പുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെ അല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, യഹൂദനെ എതിരായി പൊങ്ങി വന്ന അവരെ ചിതറിച്ചു കളഞ്ഞ 4 ജാതീയ കൊമ്പുകളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പുതിയ നിയമ ദൈവസഭയാകുന്ന നമ്മെ ചിതറിച്ചു കളയുന്ന സാത്താന്റെ 4 വിധ പ്രവർത്തനങ്ങൾ എഫേസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ഇവരാണ്, ജഡരക്തങ്ങളല്ല എന്ന് നാം ഓർത്തിരിക്കണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും നാം ഇടിച്ചു കളഞ്ഞ് അവനോടുള്ള അനുസരണത്തിൽ കടന്നു വരുന്നവരായി തീരണം എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഹല്ലേലൂയ എന്നാണ് നമുക്ക് കാണുവാനായിട്ട്. നമ്മുടെ അനുസരണം ക്രിസ്തുവിൽ തികഞ്ഞു വരത്തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, നാം കർത്താവിൽ സമർപ്പിക്കപ്പെട്ടവരായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളും നമ്മെ തകർക്കുവാനുള്ള ശത്രുവിന്റെ കൊമ്പുകളാകുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രത്യേകമായി ഹല്ലേലൂയ ഓർപ്പിക്കുകയാണ്. ഇതാണ് ഈ പ്രവചന ഭാഗത്തു നിന്നും മോറലായിട്ട്, ധാർമ്മികമായിട്ട്, ആത്മീകമായിട്ട് നമുക്ക് ഗ്രഹിപ്പാനായിട്ടുള്ളത്. നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. 91-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളിൽ നമുക്കറിയാം, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് ഹല്ലേലൂയ ഉള്ളതായ ആ സംഹാരം. ഈ 4 കാര്യങ്ങൾ ഹല്ലേലൂയ എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ ഹല്ലേലൂയ മറ്റൊരു രീതിയിൽ ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. സാത്താന്റെ 4 വിധ തന്ത്രങ്ങൾ, സാത്താന്റെ 4 വിധ കൊമ്പുകൾ, സാത്താന്റെ 4 വിധ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ നിർത്തിയാൽ ഹല്ലേലൂയ സ്തോത്രം ഈ ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം പഠിക്കേണ്ടത് ഹൗ ക്യാൻ ഐ ഗെറ്റ് വിക്ടറി ഓവർ ഇറ്റ്. യഹൂദന്മാർക്ക് എതിരായി കടന്നു വന്നതായ ഈ കൊമ്പുകളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം 4 കൊല്ലന്മാരെയോ 4 കാർപ്പന്റേഴ്സിനെ ഉയർത്തിയതുപോലെ എനിക്കെതിരായി ഉയർന്നു വരുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, അല്ലെങ്കിൽ രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെതിരായി ഞാൻ എങ്ങനെ നിൽക്കുവാൻ സാധിക്കും? എഫേസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ആ വേദഭാഗങ്ങളിൽ ഇവയോടെ എങ്ങനെ നേരിടുവാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പറയുന്നത് നമുക്ക് ഹല്ലേലൂയ നന്നായി അറിയാവുന്ന വേദവാക്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും
എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ടേ നിൽപ്പേൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. 18-ാം വാക്യം പലപ്പോഴും നാം വിട്ടു കളയുന്നതാണ്. എന്നാൽ പരമപ്രധാനമായ ഒരു കാര്യമാണ് 18-ാം വാക്യത്തിലും പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് ഹല്ലേലൂയ സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇങ്ങനെയാണ് നമുക്ക് എതിരായി വരുന്നതായ സാത്താന്റെ കൊമ്പുകളെ ഹല്ലേലൂയ അവന്റെ ഡംബത്തെ നാം തകർത്തു കളയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു സോൾജിയറായി നാം മാറ്റപ്പെട്ട് ക്രിസ്തുവിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷയുടെ ശിരസ്ത്രം ഹല്ലേലൂയ തലയിൽ വെച്ച് ഹല്ലേലൂയ വിശ്വാസമെന്ന പരിചയം എടുത്ത് ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനമെന്ന വാൾ നമ്മുടെ കയ്യിലെടുത്ത് സുവിശേഷം നമ്മുടെ കാലിനെ ചെരുപ്പാക്കി സത്യം ഹല്ലേലൂയ നമ്മുടെ അരയ്ക്ക് ഹല്ലേലൂയ ബെൽറ്റാക്കി കെട്ടിക്കൊണ്ട് നമ്മുടെ രക്ഷ എന്ന ഹല്ലേലൂയ സ്തോത്രം നീതിയുടെ കവചം ധരിച്ച് ഹല്ലേലൂയ സ്തോത്രം നാം ഹല്ലേലൂയ സ്തോത്രം ശത്രുവിനോട് പോരാടേണ്ടതിനെ മുട്ടിന്മേൽ നിൽക്കണം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിനെതിരായി കടന്നു വന്ന ശത്രുക്കളാകുന്ന ഈ കൊമ്പുകളെ കർത്താവെ തകർത്തു കളഞ്ഞതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ കടന്നു വരുന്ന ദുഷ്ടന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തകർത്തു കളയുവാൻ നമുക്ക് ഇടയായിത്തീരും. രാത്രിയിലെ ഭയം ഹല്ലേലൂയ സ്തോത്രം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെയെല്ലാം ഇല്ലാതാക്കുവാൻ കർത്താവിന്റെ ആത്മാവിനാൽ പ്രാർത്ഥനയാൽ ഉപവാസത്താൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനത്തിൽ ഉറച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ഇന്ന് രാത്രി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? ഈ പഠനം മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം എനിക്കെതിരായി ഹല്ലേലൂയ ശത്രു കൊണ്ടുവരുന്ന ഉയർച്ചകളെ തകർക്കുന്നത് എങ്ങനെയാകുന്നുവെന്ന് ഇന്ന് രാത്രി കർത്താവ് നമുക്കൊരു ക്ലാസ് തന്നിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവസന്നിധിയിൽ കർത്താവിനെ അഭയം ചാരിക്കൊണ്ട് ഹല്ലേലൂയ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിൽ പൂർണ്ണ അഭയം ചാരിക്കൊണ്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവന്റെ അനുസരണത്തിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടോ ഹല്ലേലൂയ ശത്രുവിന്റെ സകല പോരിനെയും ജയിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ബലം ധരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 2-ാമത്തെ ദർശനം ഞാനിവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പ്രവാചകന്റെ പ്രാർത്ഥന മുഖാന്തരം തനിക്ക് ഹല്ലേലൂയ സ്തോത്രം വിശദീകരണത്തിനായി ലഭിച്ചത് ഹല്ലേലൂയ യഹൂദനെ ഇക്കാലത്തെ അനുഗ്രഹത്തിനും ദൈവസഭയാകുന്ന നമുക്ക് ആശ്വാസത്തിനും ബലത്തിനും ആത്മീകമായ ഉത്തേജനത്തിനും കാരണമാക്കുന്നത് കൊണ്ട് പൊന്നു കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം നിലനിൽക്കുന്നതാണല്ലോ, അത് ജീവനുള്ളതാണല്ലോ, ഏത് കാലത്തും അതിൽ വിശ്വസിക്കുന്നവർക്ക് അതിൽ കൂടെ നന്മ ചൊരിയുന്നതാണല്ലോ. അങ്ങനെ ചൊരിയുവാൻ തക്കവണ്ണം കർത്താവെ കാരണമാക്കുമാറാകട്ടെ. ഇനിയും ഇന്ന് രാത്രിയിൽ 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പ്രവാചകൻ കാണുന്ന 3-ാമത്തെ ദർശനമാണ്. ഈ 3-ാമത്തെ ദർശനത്തിൽ ഹല്ലേലൂയ സ്തോത്രം we see a man with the measuring line, അളവുനൂൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഹല്ലേലൂയ ചോലയിലെ കൊഴുന്തുകൾക്കിടയിൽ ഹല്ലേലൂയ സ്തോത്രം കൊഴുന്ത് യഹൂദനാണ് എന്നും ചോല പ്രാവചനികമായി യഹോശാഫാത്ത് താഴ്വരയാണ് കാണിക്കുന്നത് എന്നും ഒക്കെ നാം ചിന്തിച്ചുവല്ലോ. ആ ചോലയിലെ കൊഴുന്തുകൾക്കിടയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യഹൂദനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്ന കർത്താവിനെ പറ്റി നാം പഠിച്ചതാണല്ലോ. അതേസമയം നമ്മുടെ രക്ഷയ്ക്കായി ഹല്ലേലൂയ അതേ ചോലയിലേക്ക് ഇറങ്ങിച്ചെന്ന് അഥവാ ഗദസമന തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്
പാനപാത്രം നമുക്ക് വേണ്ടി കുടിച്ച് രക്തം വിയർപ്പ് തുള്ളിയായി തീർന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ നിന്നും നാം ചിന്തിച്ചതാണല്ലോ. അതേ ക്രിസ്തുവിനെയാണ് ഇവിടെ അളവുനൂൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 3 പ്രധാന കാര്യങ്ങളാണ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1, ഹല്ലേലൂയ, സ്തോത്രം, അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഈ പുരുഷന്റെ ശുശ്രൂഷകയോടുള്ള ബന്ധത്തിലാണ്. 3 ശുശ്രൂഷകളാണ്. അകത്തെ പുറത്തെ ഈ 2 ശുശ്രൂഷകളും. ഹല്ലേലൂയ, അകത്തുള്ള ശുശ്രൂഷയിൽ മധ്യത്തിൽ തേജസ്സിൽ വസിക്കുന്ന കർത്താവ് 3-മതായും. ഈ 3 കാര്യങ്ങളാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഈ 13 വാക്യങ്ങളോടുള്ള ബന്ധത്തിലും 1-ാം അധ്യായത്തിൽ നാം ചിന്തിച്ച വിഷയങ്ങളോടുള്ള ബന്ധത്തിലും നാം തുലനം ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു വിശദീകരണവും നല്ല ഹല്ലേലൂയ, സ്തോത്രം, ഒരു അർത്ഥസാരവും ഈ 2-ാം അധ്യായത്തിൽ നിന്ന് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. 1-മതായി നാം ചിന്തിച്ചത് ഹല്ലേലൂയ, ചോലയിലെ കൊഴുന്തുകൾക്കിടയിൽ നിൽക്കുന്ന ചുവന്ന കുതിരപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ. അതാണ് ദ ഫസ്റ്റ് വിഷൻ. 2-മതായി 4 കൊമ്പുകൾ ശത്രുവിനെ കാണിക്കുന്നു, അവരെ തകർക്കുന്ന 4 കൊല്ലന്മാർ. 3-മതായി നാം ചിന്തിക്കുന്നത് ഹല്ലേലൂയ, മാൻ വിത്ത് എ മെഷറിംഗ് ലൈൻ, അളവുനൂൽ പിടിച്ചിരിക്കുന്നതായ പുരുഷൻ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഇതാണ് 3-ാമത്തെ ദർശനം. ഹല്ലേലൂയ. വീണ്ടും ഇവിടെ പ്രവാചകൻ തല പൊക്കി നോക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചില വേദവിദ്യാർത്ഥികൾ പ്രവാചകൻ ഇത് ഒരു രാത്രിയിൽ തന്നെ കണ്ട വിവിധ ദർശനങ്ങളാകുന്നു എന്ന് പറയുവാൻ കാരണം. താൻ ഒരു ദർശനം കണ്ടു ഉറങ്ങുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, വീണ്ടും തന്നെ ഉണർത്തി അല്ലെങ്കിൽ തല ഉയർത്തിക്കൊണ്ട് 2-ാമത്തെ ദർശനം കൊടുക്കുന്നു, അതും കഴിഞ്ഞിട്ട് 3-ാമത്തെ ദർശനം കൊടുക്കുന്നു. അങ്ങനെ അഭിപ്രായമുള്ള അനേക നല്ല വേദവിദ്യാർത്ഥികളുണ്ട്. എന്നാൽ മറ്റു പല വേദവിദ്യാർത്ഥികളും ഇതൊരു ദിവസം കൊണ്ടല്ല, ഹല്ലേലൂയ, സ്തോത്രം, യോഹന്നാനെ വെളിപ്പാട് പുസ്തകം കിട്ടിയതുപോലെ തന്നെ ഹല്ലേലൂയ തുടർമാനമായി ലഭിച്ച ഹല്ലേലൂയ പല ദിവസങ്ങളായി രാത്രിയിൽ തുടർമാനമായി ലഭിച്ചതാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും ഇതിലെ അർത്ഥമാണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ധന്യമായി അനുഗ്രഹിക്കുന്ന ആ ദൈവവും നമ്മെ നിരന്തരമായി അനുഗ്രഹിക്കുന്ന ദൈവവും ഇങ്ങനെ അതേ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. തല പൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന പുരുഷൻ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ ചോലയിലെ കൊഴുന്തിലിരിക്കുന്ന അതേ പുരുഷൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അളവ് നൂൽ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ദൈവവചനം നാം പഠിക്കുമ്പോൾ അളവ് നൂൽ എന്നത് ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് പല ഇടങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിൽ അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ല ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ആലയത്തിൽ നിന്നും ഒഴുകുന്നതായ നദിയോടുള്ള ബന്ധത്തിൽ അളവ് നൂൽ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ 1000 മുഴം 1000 മുഴം 1000 മുഴമായി അളക്കുന്ന ഒരു പുരുഷനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഹല്ലേലൂയ അളവ് നൂലിനോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അളവ് നൂൽ ആരുടെ കയ്യിലാണ്? 1, ഹല്ലേലൂയ, സ്തോത്രം, അളവിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ഇനിയും ചിന്തിക്കുവാനുള്ള ഏഫയൊക്കെ ഹല്ലേലൂയ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പ്ലമറ്റ് ഹല്ലേലൂയ, സ്തോത്രം, തൂക്കുകട്ട പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1, ഹല്ലേലൂയ, ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായത്തിൽ തൂക്കുകട്ട
ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നാൽ സെക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം നാം യോശുവയോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ യോശുവ ഹല്ലേലൂയ സ്തോത്രം അളവുനൂൽ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാർക്ക് ഗോത്രമായി അവകാശം വിഭാഗിച്ചു കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ മേൽ ദൈവം അളവുനൂൽ കൊടുക്കുന്നു. ഇവിടെ നാം കാണുന്നത് അളവുനൂൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ 1-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. യഹൂദനോടുള്ള ബന്ധത്തിൽ അളവുനൂൽ അശൂര്യരുടെ കയ്യിലോ ബാബേല്യരുടെ കയ്യിലോ റോമൻ ഗവൺമെന്റിന്റെ കയ്യിലോ ഗ്രീക്കുകാരുടെ കയ്യിലോ ഈ അവർക്കെതിരായി നിന്ന 4 കൊമ്പുകളുടെ കയ്യിലല്ല അളവുനൂൽ ഇരിക്കുന്നത്. അവരുടെ രക്ഷകനായി, അവരുടെ വീണ്ടെടുപ്പുകാരനായി, യൂദകുലത്തിലെ സിംഹമാകുന്ന കർത്താവിന്റെ കയ്യിലാണ് അളവുനൂൽ ഇരിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് യഹൂദന്റെ ചിന്ത അവന്റെ അളവുനൂൽ ഇരിക്കുന്നത് അമേരിക്കയുടെ കയ്യിലോ ബ്രിട്ടന്റെ കയ്യിലോ ആണെന്നാണ്. അവരുടെയും ചിന്ത അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കുറെ സഹായിക്കാതിരുന്നാൽ ഹല്ലേലൂയ ഇസ്രയേൽ അങ്ങ് തകർന്നു പോകുമെന്നാണ് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ചിന്ത. അങ്ങനെയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഹല്ലേലൂയ യഹൂദനെ രക്ഷിക്കുന്നത് ഹല്ലേലൂയ അമേരിക്കയോ ബ്രിട്ടനോ അല്ല, കർത്താവ് തന്നെയാണ് ഇനിയുമുള്ളതായ യുദ്ധങ്ങളിൽ യഹൂദനെ രക്ഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അളവുനൂൽ ഹല്ലേലൂയ ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ശക്തമാവണ്ണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയസ്ഥമാക്കേണ്ട ഒരു കാര്യമാണ്. അളവുനൂൽ ഇരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഒരു മനുഷ്യന്റെ കയ്യിലല്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ അളവുനൂൽ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുന്നത് നിന്റെ പാസ്റ്ററുടെ കയ്യിലല്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ സഹോദരന്മാരുടെ കയ്യിലല്ല, നിന്റെ ശത്രുവിന്റെ കയ്യിലല്ല, നിന്റെ അയലോക്കക്കാരന്റെ കയ്യിലല്ല, നിന്റെ എംപ്ലോയറുടെ കയ്യിലല്ല. ഹല്ലേലൂയ. നീ ഒരു യഥാർത്ഥ പതിവപൈതലാകുന്നുവെങ്കിൽ അളവുനൂൽ ഇരിക്കുന്നത് ഹല്ലേലൂയ നിന്റെ കർത്താവിന്റെ കയ്യിലാണ്, രക്ഷകനായ കർത്താവിന്റെ കയ്യിലാണ്. നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണം, എത്രയധികം അനുഗ്രഹിക്കണം, ഏതു രീതിയിൽ അനുഗ്രഹിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് യഹോവയായ ദൈവമാണ്. ജോസഫിന്റെ മേലുള്ള അളവുനൂലിട്ടിരിക്കുന്നത് യാക്കോബല്ല. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബെ അവനെ അനുഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജോസഫിന്റെ മേൽ അളവുനൂലിട്ടിരിക്കുന്നത് യഹോവയായ ദൈവമാണ്. അവന്റെ സഹോദരന്മാർ വിചാരിച്ചു അവരാണ് ജോസഫിന്റെ മേൽ അളവുനൂലിട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് അവനെ പൊട്ടക്കണ്ണത്തിലിട്ടു, അവനെ അടിമയാക്കി വിറ്റു. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. ദാനിയേലിന്റെ മേൽ അളവുനൂലിട്ടിരിക്കുന്നത് ഹല്ലേലൂയ നെബൂഖദ്നേസർ അല്ല, മേദ്യ പാർസ്യ രാജാവല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മറ്റ് ഹല്ലേലൂയ ശത്രുക്കളല്ല. ദാനിയേലിന്റെ മേൽ അളവുനൂലിട്ടിരിക്കുന്നത് അവനെ ഹല്ലേലൂയ വിളിച്ച ദൈവമാണ്. അതിനുവേണ്ടി ദൈവം തന്റെ പ്രവർത്തികൾ ഒരു ഭക്തനു വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുണ്ട്. ഇയ്യോബിന്റെ മേൽ അളവുനൂലിട്ടിരിക്കുന്നത് ഹല്ലേലൂയ പിശാചല്ല. അവനെ പരീക്ഷിച്ച് അവനുള്ളതെല്ലാം തകർത്തു കളഞ്ഞ് അവന്റെ ശരീരം ദണ്ണിപ്പിച്ച് സകലവും ഇല്ലാതാക്കി ഹല്ലേലൂയ സകലരും അവനെ വെറുപ്പുള്ളതായി കാണുന്ന സന്ദർഭത്തിലും സ്വർഗത്തിലെ ദൈവം ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, അവരുടെ ആരുടെയും കയ്യിലല്ല അളവുനൂലിരിക്കുന്നത് എന്റെ കയ്യിലാണ്. ചുഴലിക്കാറ്റിൽ കർത്താവ് ഇറങ്ങി വന്ന് അവനെ ഇരട്ടിയായി സകലത്തിലും അനുഗ്രഹിച്ചതുപോലെ ദൈവ പൈതലേ, നിന്റെ ചുറ്റുപാട് അല്ല നിന്റെ അളവുനൂല്. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളുടെ കയ്യിലല്ല നിന്റെ അളവുനൂല്, സാത്താന്റെ കയ്യിലല്ല നിന്റെ അളവുനൂല്. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ പറ്റി ചിന്തിക്കുന്ന മറ്റാരുടെയും കയ്യിലല്ല നിന്റെ അളവുനൂല്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകക്കാരുടെ ആരുടെയും കയ്യിലല്ല നിന്റെ അളവുനൂൽ.
നിനക്ക് വേണ്ടി ജീവൻ തന്ന് ഹല്ലേലൂയ സ്തോത്രം നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മറുവിലയായി തീർന്ന് അവിടുത്തെ തിരുരക്തത്താൽ നിന്നെ കാൽവറിയിൽ വീണ്ടെടുത്ത പൊന്നേശുവിന്റെ കയ്യിലാണ് നിന്റെ അനുഗ്രഹത്തിന്റെ അളവുനൂൽ, നിന്റെ സൗഖ്യത്തിന്റെ അളവുനൂൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള അളവുനൂൽ, നിന്റെ ജോലിയോടുള്ള ബന്ധത്തിലുള്ള അളവുനൂൽ, നിന്റെ പ്രൊമോഷനോടുള്ള ബന്ധത്തിലുള്ള അളവുനൂൽ, ഹല്ലേലൂയ നിന്റെ വിടുതലിനോടുള്ള ബന്ധത്തിലുള്ള അളവുനൂൽ, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള അളവുനൂൽ മറ്റാരുടെയും കയ്യിലല്ല, ഹല്ലേലൂയ കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. രാജാക്കന്മാരുടെ ഹൃദയം ദൈവസന്നിധിയിൽ നീർച്ചാലു കണക്കെയാണ്. ഇന്ന് രാത്രിയിൽ നാം നമ്മുടെ കർത്താവിൽ കടന്നു വിശ്വസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ അളവുനൂൽ പിടിച്ചിരിക്കുന്നവനെ എന്നിന്ന് രാത്രി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിലെ ബൈബിൾ ക്ലാസ്സിൽ നമുക്കത് അനുഗ്രഹമായിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം നാം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എന്റെ അളവുനൂൽ പിടിച്ചിരിക്കുന്നവനെ, ഹല്ലേലൂയ എന്റെ അനുഗ്രഹത്തിന്റെ അളവുനൂൽ, എന്റെ സൗഖ്യത്തിന്റെ അളവുനൂൽ, എന്റെ വിടുതലിന്റെ അളവുനൂൽ പിടിച്ചിരിക്കുന്നവനെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കുക, അളവുനൂൽ പിടിക്കുവാൻ എല്ലാവർക്കും കൊതിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അവന് കൊടുത്തത്, ഞാൻ അവക്ക് കൊടുത്തത്, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ മുഖാന്തരമാണ് ഈ പ്രമോഷൻ കിട്ടിയത്, ഞാൻ മുഖാന്തരമാണ് ഇങ്ങനെ കൊണ്ടുപോയത്, ഞാനാണ് അങ്ങോട്ട് റൈഡ് കൊടുത്തത്. ഇങ്ങനെ നിന്റെ മേൽ അളവുനൂല് പിടിക്കുവാൻ നിന്റെ ചുറ്റിൽ അനേകരും നിപ്പുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും കയ്യിലല്ല ദൈവം അളവുനൂൽ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ അളവുനൂൽ പിടിക്കുവാൻ യോഗ്യത വേണം. എല്ലാവർക്കും അളവുനൂല് കിട്ടുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അളവുനൂല് പിടിക്കുവാൻ യോഗ്യത വേണം. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് യോഹന്നാൻ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു കഴിയുന്ന ഈ സന്ദർഭത്തിൽ അകത്തും പുറത്തും മുദ്രയിടപ്പെട്ടതായ പുസ്തകം പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ പുസ്തകം മേടിപ്പാനോ ഇതിന്റെ മുദ്രകളെ പൊട്ടിപ്പാനോ ആരുള്ളൂ എന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ഉണ്ടായതായ സന്ദർഭത്തിൽ യോഹന്നാൻ നോക്കി, ഹല്ലേലൂയ സ്വർഗത്തിൽ ആരെങ്കിലും ഉണ്ടോ, ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ, ഭൂമിയുടെ അധോഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ ഈ പുസ്തകം വായിക്കുവാനോ അതിന്റെ മുദ്രകൾ പൊട്ടിപ്പാനോ? ആരെയും കണ്ടില്ല. അനേക വീമ്പടിക്കുന്നവരെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഡൊമീഷ്യനെ കണ്ടിട്ടുണ്ട്, നീറോയെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒത്തിരി വീമ്പടിക്കുന്ന പാർട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടികളെ ഒക്കെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ നിന്നെ ഞാൻ വറുത്തുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എരിയുന്ന ഹല്ലേലൂയ സ്തോത്രം തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടുള്ളതായ പ്രവർത്തനത്തെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും ഹല്ലേലൂയ സ്തോത്രം അല്ല ഹല്ലേലൂയ വർത്തിനെസ് ഇരിക്കുന്നത്, യോഗ്യത ഇരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആരെയും കാണാഞ്ഞതിനാൽ യോഹന്നാൻ കരഞ്ഞ സന്ദർഭത്തിൽ യോഹന്നാനെ കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം മേടിപ്പാനും അതിന്റെ മുദ്രകളെ പൊട്ടിപ്പാനും യോഗ്യനായിരിക്കുന്നു. ഒരു യോഗ്യതയുണ്ട്. ഹല്ലേലൂയ പുസ്തകത്തെ വാങ്ങുവാൻ, പുസ്തകത്തെ അതിന്റെ മുദ്രകളെ പൊട്ടിപ്പാൻ ഹല്ലേലൂയ there is a worthiness. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഒരു യോഗ്യതയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ യോഗ്യതയെല്ലാം ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടുത്തെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള യോഗ്യതയ്ക്ക് അപ്പുറമായി വലിയ യോഗ്യതകളൊന്നും നമുക്കില്ല. അങ്ങനെ ആരെങ്കിലും അധികമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അത് ചുമ്മാത് പറയുന്നതേ ഉള്ളൂ. അതിലൊന്നും വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുയേശുവിൽ കൂടെ നാം മക്കളും അവകാശികളുമായി തീർന്നു. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി തീർന്നു. അതിനായി നാം കർത്താവിനെ സ്തോത്രം ചെയ്യണം. അളവുനൂൽ പിടിക്കുവാനുള്ള യോഗ്യത കർത്താവിനാണ്. അത് യഹൂദനോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ ഒരു ദൈവവൈതലാകുന്ന നിന്നോടും എന്നോടുമുള്ള ബന്ധത്തിൽ അളവുനൂൽ പിടിക്കുവാനുള്ള യോഗ്യത കർത്താവിനാണ്. അവന്റെ കയ്യിലാണ് അളവുനൂൽ പിടിച്ചിരിക്കുന്നത്. 4 കൊമ്പുകളിൽ ആരുടെയും കയ്യിൽ അളവുനൂലില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി അതുകൊണ്ട് നാം സന്തോഷിക്കുവാൻ വകയുണ്ട്. നമ്മുടെ അളവുനൂൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ജീവൻ തന്ന പൊന്നേശുവിന്റെ കയ്യിലാണെങ്കിൽ
ഇന്ന് രാത്രി നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഇന്ന് രാത്രി നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ ആളുകളിൽ പ്രശ്നങ്ങളിട്ട് തകർക്കുവാൻ ശ്രമിച്ച ദുഷ്ടന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഒക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മളെ പറ്റിയുള്ള അളവുനൂലിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം, അവൻ ചോലയിലെ കൊഴുന്തുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, 2-ാം അധ്യായത്തിൽ അവൻ അളവുനൂൽ പിടിക്കുവാനൊക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നാമതായി യഹൂദന്റെ ചോലയിലേക്ക്, അവന്റെ കഷ്ടതയിലേക്ക്, അവന്റെ കണ്ണുനീരിലേക്ക് അവൻ ആദ്യം ഇറങ്ങി വന്നു. അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ശത്രുവിന്റെ കയ്യിൽ നിന്നും, ദുഷ്ടന്റെ കയ്യിൽ നിന്നും, ദുഷ്ടനായ പിശാചിന്റെ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്നുമൊക്കെ അവനെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി അവൻ ഇറങ്ങി വന്നു. ഇന്ന് നമുക്കൊക്കെ വേണ്ടി അളവുനൂൽ പിടിക്കുവാൻ കർത്താവിനുള്ളതായ ഹല്ലേലൂയ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ, സ്തോത്രം, കിദ്രോൻ തോട് കടന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഗദസമന തോട്ടത്തിലേക്ക് ചെന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ഇടിവിൽ നിന്ന് കരയുകയും ഹല്ലേലൂയ കയ്പിന്റെ പാനപാത്രം കുടിച്ച് ഹല്ലേലൂയ രക്തം വിയർപ്പുതുള്ളിയായി ഒഴുകുകയും നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്ന് തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് ഒരു പുതുവഴി തുറന്നു തരികയും ചെയ്തതിനാലാണ് ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ അളവുനൂൽ പിടിക്കുവാൻ അവൻ യോഗ്യനായി തീർന്നത്. അതുകൊണ്ടാണ് സകലത്തിലും മീതെ അവനെ ഇരുത്തുകയും ഹല്ലേലൂയ, സ്തോത്രം, പിതാവിന്റെ വലത്തുഭാഗത്ത് സകലത്തിലും മീതെ അവനെ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത്, യോഹന്നാനെ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അളവുനൂൽ പിടിക്കുവാൻ കർത്താവ് യഹൂദനോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ യോഗ്യനായി തീർന്നത് അവിടുന്ന് നമ്മെ വീണ്ടെടുത്തത് കൊണ്ടാണ്. ചോലയിലേക്ക് യഹൂദന്റെ കഷ്ടപ്പാടിൽ ആരും അവന് സഹായമായി ഇല്ലാതെ ഇരുന്നപ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് അവനെ രക്ഷിപ്പാൻ തക്കവണ്ണം അവന്റെ വീണ്ടെടുപ്പുകാരനായി തീർന്നത് കൊണ്ട് അളവുനൂൽ പിടിക്കുവാൻ അവന്റെ കയ്യിൽ പിതാവായ ദൈവം അളവുനൂൽ കൊടുത്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ പരമയാഗമായി തീർന്നതുകൊണ്ട് നമ്മുടെ അനുഗ്രഹത്തിന്റെ അളവുനൂൽ കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്ന 2 അളവുനൂൽ ഹല്ലേലൂയ, സ്തോത്രം, നാം അറിഞ്ഞിരിക്കണം. യഹൂദനോടുള്ള ബന്ധത്തിൽ ഇവിടെ 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, യെരൂശലേമിന്റെ നീളവും വീതിയും അളക്കുന്ന അളവുനൂൽ കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. 2-ാം വാക്യം, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിനെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. നാം കേൾക്കുന്നതായ ഈ കാലയളവിലൊക്കെയും ഹല്ലേലൂയ രാജ്യങ്ങളും രാഷ്ട്രങ്ങളുമാണ് യഹൂദന്റെ വീതിയും നീളവും അറിയുവാൻ തക്കവണ്ണം വെപ്രാളപ്പെടുന്നത്. ഹല്ലേലൂയ, അത് PLOയുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് അമേരിക്കയുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് ബ്രിട്ടന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഏതൊരുവൻ യഹൂദയെ വിളിച്ചുവോ, ഏതൊരുവൻ ഏകനായി അബ്രഹാമിനെ വിളിച്ചുവോ, അവന് വാഗ്ദത്തം ചെയ്തുവോ, അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. 20 ഇസ്രയേലിന് ലഭിക്കപ്പെട്ടതായ വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ, അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ ഞാൻ ഇനിയും വിശകലനം ചെയ്യുവാൻ പോകയാൽ എന്റെ മുമ്പിൽ സമയമില്ല. അടുത്ത ആഴ്ചയിൽ ഈ 2-ാം അധ്യായത്തെ പറ്റി കൂടുതലായി നാം ചിന്തിക്കുകയും ഹല്ലേലൂയ യഹൂദന് ലഭിക്കുവാൻ പോകുന്ന ലിറ്ററൽ വിശകലനത്തെ പറ്റിയും ആ വിശാലതയെ പറ്റിയും എപ്പോഴാണ് ഇത് നിവർത്തീകരിക്കുവാൻ പോകുന്നത് എന്നതിനെ പറ്റിയും ഇതിന്റെ പ്രവർത്തന അർത്ഥം എന്താകുന്നു എന്നും നമുക്ക് ഇത് ആത്മീകമായി എങ്ങനെ പ്രയോജനപ്പെടും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ
അത് നമ്മുടെ അകത്തെ മനുഷ്യന് ബലം നൽകുകയും ക്രിസ്തുവേശുവിൽ പുഷ്ടിപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരുകയും ചെയ്യും. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നാം ചിന്തിച്ചു. അതൊന്ന് ചുരുക്കമായി 1-2 വാചകങ്ങൾ കൊണ്ട് ഹല്ലേലൂയ മറന്നു പോകാതിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ദുഷ്ടൻ എത്ര ഡംഭത്തോടുകൂടെ കൊമ്പുയർത്തിയാലും അതിനെ തകർത്തു നിന്നെ രക്ഷിക്കുവാൻ നിന്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ നമുക്ക് പേടിക്കാതെ വണ്ണം അവന്റെ വിസ്താരമേറിയ ചിറകിന്റെ നിഴലിൽ കർത്താവ് നമ്മെ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന ഇവയ്ക്കൊക്കെയും എതിരായി നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ നമുക്ക് വിജയം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ അലവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അനുഗ്രഹത്തിന്റെ, ഹല്ലേലൂയ, നമ്മുടെ സൗഖ്യത്തിന്റെ, നമ്മുടെ നന്മയുടെ അളവുനൂൽ ഇരിക്കുന്നത് മറ്റാരുടെയും കയ്യിലല്ല എന്ന് ഇന്ന് രാത്രിയിൽ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ കർത്താവിന്റെ സന്നിധിയിൽ 1 മിനിറ്റ് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് രാത്രിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി ചോദിക്കുന്നില്ല. എന്നാൽ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർ അവിടെയായി ഇരുന്നു കൊണ്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എന്റെ അളവുനൂൽ പിടിച്ച പൊന്നേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഉച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മധ്യ അവസ്ഥയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഹല്ലേലൂയ വളർന്ന് ഹല്ലേലൂയ കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ നമ്മെ തകർക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ നട്ടുച്ചയുടെ സമയം ഹല്ലേലൂയ, സ്തോത്രം, ആ സന്ദർഭത്തിൽ നമ്മെ ഇല്ലാതാക്കുവാൻ ദുഷ്ടൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ അവന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഹല്ലേലൂയ, രാത്രിയിലെ ഭയം, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടിൽ ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ ഹല്ലേലൂയ, സ്തോത്രം, പകൽ പറക്കുന്ന അസ്ത്രം വിശ്വാസം എന്ന പരിചയാൽ ഈ അസ്ത്രത്തിന്മേൽ നാം ജയം പ്രാപിക്കണം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇതെവിടുന്ന് എങ്ങനെയെന്ന് കാണുവാൻ ഹല്ലേലൂയ ഒഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം നമുക്ക് പ്രാപ്തിയില്ലാതെ ഇരുട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഹല്ലേലൂയ, ഈ മഹാമാരിയിൽ നിന്നും ഈ പ്ലേഗിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന കർത്താവിനെ പറ്റിയാണ് ഇന്ന് രാത്രി കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവന്റെ കയ്യിലാണ് നിന്റെ അനുഗ്രഹത്തിന്റെ, നിന്റെ നീളവും വീതിയും അളക്കുന്നത് കർത്താവാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി അടിയൻ ഇതാ കർത്താവേ, അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദൈവവചനം നിങ്ങൾ തുറന്നിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ കരങ്ങൾ വെക്കുമോ? നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇരുന്നു കൊണ്ട് കർത്താവേ, ഞാൻ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഈ വചനം എനിക്കുള്ളതാണെന്ന് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഈ വചനത്തിൽ ഹല്ലേലൂയ ഞാൻ എൻ്റെ കൈകളെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് ആരേറ്റു പറയും? ആരെ സമർപ്പിക്കും? ഇന്ന് രാത്രി പരസ്യമായി ഞാനുണ്ട് എന്ന് ആരോടും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവെ നിങ്ങളുടെ മുറിയിലേക്ക്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, നിനക്ക് ഉയർച്ച ലഭിക്കുകയില്ല എന്ന് ദുഷ്ടൻ പറഞ്ഞ് ഹുങ്കാര ശബ്ദത്തിൽ നിനക്കെതിരെ കടന്നു വരുമ്പോൾ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം അളവുനൂലുമായി കർത്താവെ കടന്നു വന്നിരിക്കുകയാണ്.
നിന്റെ സമീപത്തെ കർത്താവുണ്ട്. നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി ഒരു വിടുതല്. ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ, നീ വിശ്രമിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കട്ടെ. നാം കേൾക്കപ്പെട്ട വചനം അയവിറക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവെ നിന്റെ ബുദ്ധി മണ്ഡലത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി വചനം മുഖാന്തരം കർത്താവെ വിടുതൽ അയക്കുമാറാകട്ടെ. ഉയർന്നിരിക്കുന്ന ശത്രുവിന്റെ കൊമ്പുകൾക്കെതിരായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു റിങ് നാം ഉണ്ടാക്കണം. അവിടെ ആയിട്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെല്ലാം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്നൊക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെതിരായി ഡംഭം കാട്ടുന്ന ദുഷ്ടന്റെ കൊമ്പിനെ തകർത്തു കളയണമേ കർത്താവേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എങ്ങും നിൽക്കാതെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വേനൽക്കാലത്തെ പതിർ പോലെ മാറ്റിക്കളയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, നിനക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ എങ്ങും തങ്ങി നിൽക്കാതെ അതെന്നേക്കുമായി ഭാരിച്ചു കളയുന്ന ദൈവത്തിന്റെ വിടുതലിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറയിലേക്ക്, നീ ഹൃദയത്തിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ ആത്മാവിലേക്ക്, നിന്റെ ബുദ്ധി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. യേശു യേശു യേശു, വിടുവിക്കുന്ന യേശു, സൗഖ്യമാക്കുന്ന യേശു, നല്ലവനായ കർത്താവേ, മഹത്വം യേശുവേ, യേശുവേ, അളവുനൂൽ പിടിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പാനപാത്രം കുടിച്ചവനെ, വിയർപ്പുതുള്ളിയായി തീർന്നവനെ, പുറമുഴുവുചാലുകൾ പോലെ കീറിയവനെ, ജീവനുള്ള പുതുവഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നവനെ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, രാത്രിയിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അവിടെയായി അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളുമായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന നാഥ, ഡംഭം കാട്ടി കൊമ്പുയർത്തി അവിടുത്തെ ജനത്തെ തകർത്ത് കളയുവാൻ ഭീതിയിട്ട് ഹല്ലേലൂയ രോഗമിട്ട് ദണ്ഡനമിട്ട് ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ദുഷ്ടന്റെ പോരുകൾ ആഴങ്ങൾ ഇന്ന് രാത്രി അതിവേഗം ഓടുന്ന അവിടുത്തെ വചനം അയച്ച് ഓരോ വ്യക്തി ആവശ്യം അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരായി പോരാടുന്ന ദുഷ്ടന്റെ പോരുകൾ, അതിന്റെ ആഴങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ച് കളയുമെന്നുള്ള അവിടുത്തെ വചനം ഇന്ന് രാത്രി വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ സ്തോത്രം അനുവർത്തമായി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തും പുറത്തും ഒന്നുപോലെ വിടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കെതിരായി നിൽക്കുന്ന ദേശാന്തര ശക്തികൾ, നന്മയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകൾ, അതിന്റെ കൊമ്പുകൾ തകർന്നു പോകട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി യഹോശാഫാ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നവൻ, ചോലയിലെ കൊഴുന്തുകളിലേക്ക് ഇറങ്ങി വരുന്നവൻ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ, പുസ്തകം മേടിച്ച് അതിന്റെ മുദ്രകളെ പൊട്ടിക്കുവാൻ യോഗ്യനായവൻ, ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നവൻ, അവിടുത്തെ ദിവ്യ ആത്മാവിന്റെ ശക്തി കൊണ്ട് തന്നെ അവിടുത്തെ പ്രവൃത്തി വെളിവാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കുകയും അവിടുത്തെ നാമം മഹിമപ്പെടുകയും ചെയ്തതിനാൽ സ്തോത്രം. ദിനം കേട്ട അവിടുത്തെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഏഴകളുടെ അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. കർത്താവ് ഈ ഓക്ലഹോമ പ്രയർ ലൈനെ കർത്താവ് നിരന്തരമായി അനുഗ്രഹിക്കണമേ. തുടർമാനമായി പഠിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദി സർവീസ് ഹല്ലേലൂയ, ഇന്റർസീഡിംഗ് പ്രേയേഴ്സ്, ബൈബിൾ സ്റ്റഡീസ്, ഇതിലൊക്കെ കർത്താവിന്റെ കരം വെളിപ്പെടുമാറാകട്ടെ. മഹത്വം അങ്ങേക്ക് യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ. Thank you Lord. God bless you. Amen. Praise God. Thank you, Pastor. Thank you, Pastor, and thank you, everyone.
പ്രത്യേക ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വീണ്ടും നാളത്തെ പ്രയർ ലൈൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. നാളെ വൈകിട്ട് 8:30 മുതൽ 9 വരെ ഇംഗ്ലീഷ് സെഷനും അതിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ 9 മുതൽ മിഡ് നൈറ്റ് വരെ നടക്കുന്ന മലയാളം പ്രയർ ലൈൻ സെഷനിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുടെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ നാളെ രാവിലെ ലഭ്യമാകുന്നതാണ്. വീണ്ടും അത് കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും തക്കോണം താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാവകാശമുണ്ട്. മറ്റുള്ളവരെയും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.